ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്യൂൻസ് ഗാലറിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ നമുക്കൊരു ചേനയുടെ പൂ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നായിട്ട് ഇത് കിട്ടിയത്. ഞാൻ കൈ കൊണ്ടൊക്കെ ഒത്തിരി നേരം ഒടിക്കാനൊക്കെ നോക്കി, പക്ഷേ എൻ്റെ തണ്ടിന് നല്ല ബലം കേട്ടോ. അതൊന്ന് കത്തിയും കൊണ്ട് തന്നെ മുറിച്ചെടുക്കേണ്ടി വന്നു. പിന്നെ ഇത് വിരിഞ്ഞൊന്നും പോയിട്ടില്ല. വിരിയണേൻ്റെ 2 ദിവസം മുമ്പാണ് നമ്മൾ കണ്ടത്. 2 ദിവസം കഴിഞ്ഞായിരുന്നെങ്കിൽ ഇത് വിരിഞ്ഞ് പോയേനെ. അപ്പം ഇനി നമുക്കിത് എങ്ങനെയാണ് തോരൻ വെക്കണമെന്ന് നോക്കാം. ഞാൻ യൂട്യൂബിലൊക്കെ കുറേ നോക്കിയതിന് ശേഷമായിട്ട് ഞാൻ തോരൻ വെക്കാൻ എടുത്തത്. ഞാനത് പണ്ട് കണ്ടിട്ടുണ്ട്, പക്ഷേ കറി വെക്കണ കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇത് ചീഞ്ഞ പിന്നെ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെയാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇത് കഴിക്കാനെടുക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് വിടുത്തിയെടുക്കാം. ഞാനിത് ആദ്യമേ ഒന്ന് കഴുകിയായിരുന്നു. ഇനി ഇത് നമുക്കൊന്ന് വിടുത്തിയെടുത്തതിന് ശേഷം ഉള്ളിലൊക്കെ ഒന്ന് വെള്ളം കഴിച്ച് ശരിക്കും ഒന്ന് കഴുകിയെടുക്കാം. പിന്നെ നമ്മൾ കാണും പോലെ അത്ര ഈസി ഒന്നും അല്ല കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ. നല്ല ബലമാണ്, ഭയങ്കര നാര് പോലെ നമുക്ക് തോന്നുന്നത്. അതായത് മുറിക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ നാരുള്ള വെജിറ്റബിൾസൊക്കെ നമ്മൾ കട്ട് ചെയ്യില്ലേ, അതുപോലെ ഭയങ്കര പാടായിരുന്നു കേട്ടോ മുറിക്കാനൊക്കെ. നമ്മൾ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ ഭയങ്കര എളുപ്പത്തിലൊരു കട്ട് ചെയ്യണ്ടെങ്കിലും കട്ട് ചെയ്തെടുക്കാൻ നല്ല കഷ്ടപ്പാടാണ് കേട്ടോ. പിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. 4 ലെയർ പോലെയായിട്ടാണ് ഇരിക്കുന്നത്. അതായത് ആ പുറം ഭാഗത്തും ഒരു 3 കളറുണ്ട്. ഇതിൻ്റെ ഉള്ളിലുള്ള ആ പൂമ്പൊടിക്കും പോലെയുള്ള ഭാഗത്തിന് 3 ലെയർ ഉണ്ട്. അതിൻ്റെ കളറും നല്ല ഭംഗിയാട്ടോ നമുക്ക് കാണാനായിട്ട്. പിന്നെ കാണാൻ കൊള്ളാമെന്ന് തിന്നാൻ കൊള്ളാമെന്നാണ് പറയാറ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഭാഗവും കളയേണ്ടെന്നാണ് ഞാൻ പല വീഡിയോസും നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും ഇതിൻ്റെ എല്ലാ ഭാഗവും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അരിയാൻ ഭയങ്കര പാടായിരുന്നു. നല്ല മൂർച്ചയുള്ള കത്തി തന്നെ വേണം. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഒരു നാര് പോലെയുള്ള ഒരു വെജിറ്റബിളാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അരിയുമ്പോൾ ഭയങ്കര മുരപ്പ് പോലെയാണ്. അപ്പോൾ നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ കാണുമ്പോൾ ചെറുതാണെങ്കിലും ഒത്തിരി ഉണ്ട് കേട്ടോ അരിഞ്ഞെടുക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ വേവ് ഇച്ചിരി കൂടുതലുണ്ട്, അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അരിഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ ഇത് നന്നായിട്ട് കഴുകണം കേട്ടോ. അതിന് ശേഷം വേണം നമ്മൾ അരിയാനായിട്ട്. ചിലർ അരിഞ്ഞിട്ട് കഴുകുന്നത് കണ്ടു, ചിലർ അരിയുന്നതിന് മുമ്പ് കഴുകുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ എന്തായാലും അരിയുന്നതിന് മുമ്പാണ് കഴുകിയെടുത്തത്. പിന്നെ ചൊറിയോ എന്നുള്ളൊരു ഭയം ഉള്ളിലുള്ളത് കൊണ്ടാണ് തോന്നുന്നു എനിക്കൊരു ചെറിയൊരു ചൊറിച്ചിൽ അനുഭവപ്പെട്ടു. അതെനിക്ക് എൻ്റെ തോന്നലാണോ എന്ന് എനിക്കിനി അറിയില്ല. കാരണം സാധാരണ ചേനയൊക്കെ ചൊറിയൂലോ, അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ചെറുതായിട്ടൊരു ചൊറിച്ചിൽ അനുഭവപ്പെട്ടു കേട്ടോ. ഇനിയിപ്പോൾ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ കണ്ട വീഡിയോസിലൊന്നും ആർക്കൊന്നും ചൊറിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഓരോ ഭാഗങ്ങളും ഇതും അരിഞ്ഞെടുക്കേണ്ടത് അരിയുമ്പോൾ നല്ല ഈസി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഭയങ്കര പാടായിരുന്നു കേട്ടോ ഞാൻ അരിഞ്ഞെടുക്കാനായിട്ട്. അത് മാത്രമല്ല കുറേ സമയം പിടിച്ചു കേട്ടോ ഇത് അരിഞ്ഞെടുക്കാനായിട്ട്. എല്ലാം നമ്മൾ ഒന്നിച്ച് അങ്ങനെ അരിയിൽ നടക്കില്ല, ഓരോന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ താറാവ് മുട്ടയൊക്കെ ഇല്ലേ, ആ താറാവ് മുട്ടയൊക്കെ ചിക്കി പൊരിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റായിട്ടാട്ടോ എനിക്ക് തോന്നിയത്. പിന്നെ ഈ താറാവ് മുട്ടയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. എനിക്ക് സത്യത്തിൽ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ മൊത്തം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് അരപ്പിന് വേണ്ടിയിട്ട് കാന്താരി മുളകും ചുവന്നുള്ളിയും തേങ്ങയും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് അരപ്പിന് വേണ്ട സാധനങ്ങളൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ചീഞ്ചട്ടി വെച്ച് കടുക് പൊട്ടിച്ച് അതിനകത്തേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനപ്പൂവും കൂടി ഇതിനകത്തേക്ക് ഇട്ട് ഇളക്കി തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവി കയറി കഴിഞ്ഞ് ഒരു 3/4 ഭാഗം വേവായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് അരപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഒന്നുകൂടി മൂടി വെച്ചു, വീണ്ടും ഒന്ന് തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പൊന്ന് നന്നായി ഇളക്കി ഇതിനകത്തേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ ഇത് നമ്മുടെ ചേനപ്പൂവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും